മൂവാറ്റുപുഴ കദളിക്കാട് വാഹന പരിശോധനയ്ക്കിടെ എസ്ഐയെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. എസ്ഐയെ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാൾ മൂവാറ്റുപുഴയ്ക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. തൊടുപുഴ വേങ്ങല്ലൂർ സ്വദേശി ആഫീസ് നിസാറാണ് ഇയാൾക്ക് ഒപ്പമുണ്ടായിരുന്നതെന്നും കണ്ടെത്തി. പ്രതി മണിയാറൻകുടി സ്വദേശി നിസാർ, ആഫീസ് നിസാർ എന്ന ആളെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പോലീസിൻ്റെ ഏറെ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SIയെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അന്വേഷണം പോലീസ് തുടരുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കണ്ടെത്തൽ, സുപ്രധാനമായ കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സാഗർ, എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരം? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? മറ്റു കാര്യങ്ങൾ? രഞ്ജിത്ത്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മൂവാറ്റുപുഴ കദളിക്കാട്ടിൽ വെച്ച് പോലീസ് വാഹന പരിശോധന നടത്തിയിരുന്നത്. ഈ പരിശോധനയ്ക്കിടെയാണ് സംശയകരമായ രീതിയിൽ കാർ വന്നത്. ഈ കാറിൽ എന്തോ പൊതികൾ കൈമാറുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു. ഇതേ തുടർന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വാഹനം പരിശോധിച്ചത്. ഈ വാഹനം പരിശോധിച്ച സമയത്താണ് വണ്ടിയിലുണ്ടായിരുന്ന ഒരാൾ വാഹനം ഉടൻ മുമ്പോട്ടെടുക്കുകയും പോലീസുകാരൻ അതിൽ തട്ടി വീഴുകയും ചെയ്തത്. തുടർന്ന് വീണ് കിടന്ന പോലീസുകാരന്റെ ശരീരത്തിലൂടെ ഇവർ കാർ കയറ്റിയിറക്കുകയായിരുന്നു. ഈ അപകടത്തെ തുടർന്ന് പോലീസുകാരന്റെ കാലിന് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. ഇദ്ദേഹത്തിന് ശരീരമാസകലം പരിക്കുകളുണ്ട്. ശരീരത്തിൽ ഒട്ടേറെ തൊലികളും മറ്റും പോയതായ സാഹചര്യത്തിലാണ് ഇന്നലെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ രണ്ട് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരിൽ ഒരാൾ ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫാണ്. ഇയാളാണ് വണ്ടി ഓടിച്ചിരുന്നതെന്നാണ് പോലീസ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന ആൾ ആഫീസ് എന്ന ആളാണ്. അയാൾ തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവർക്കും വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇവരുടെ രണ്ട് സുഹൃത്തുക്കളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കാരണം ഈ പ്രതികളായ രണ്ടുപേർ തൊട്ട് മുമ്പ് വരെ തൊടുപുഴയ്ക്കടുത്ത് മുറിയിൽ ഒരു റൂം എടുത്ത് ഇവർ താമസിച്ചിരുന്നു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്